ഇപ്പൊ കുട്ടനെ മോന്ത കണ്ടു കേട്ടോ. കുത്തിയെടുക്കാൻ പോണ്. പോയാലോ? എന്താ ചിരിച്ച തൂക്കം കഴിഞ്ഞാൽ ഈ മുഖം കാണണ്ടാ. കാണുവോ? കാണുവോ? ആര് കാട്ടി? ആര് കാട്ടി? ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് വർക്കും അതാണ് മക്കളെ. എന്താ പറയുക, വേറെ നല്ല കുട്ടിയുടെ കുത്തിവെപ്പിന് നമ്മൾ പോകട്ടോ. എന്തായാലും ഇപ്പൊ കുട്ടികളെല്ലാം ഉറക്കാണ്. എന്താ ഉണ്ടാവും അവിടെ പോയിട്ട് എന്താ ഉണ്ടാവുന്ന അറിയില്ല. ഇത് എത്രാമത്തെ കുത്തിവെപ്പാടി? 3-ാം മാസത്തെ കുത്തിവെപ്പ് കഴിഞ്ഞു. അപ്പൊ അതില് 3 അതില് ഒന്ന് ചാടി അങ്ങനെ തന്നെ ഉണ്ടാവല്ലോ. 1 മാസത്തിന് ശേഷം ഇതൊക്കെയാണ് അല്ലേ? 2 മാസത്തിന് ശേഷം കുട്ടിപ്പോ സൂചിയൊക്കെ ഒന്നല്ലേ ഓളമ്മ അല്ല അല്ലമ്മ വിട്ടുള്ളൂ. അവിടുന്നായിരുന്നു വാക്സിൻ എടുത്തത്. ഇവിടുന്ന് ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പൊ വസ്തുത്തെ വെക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളോട് കുട്ടിന്റെ മടി തിരിച്ചാൽ മതി, കുട്ടിനെ നോക്കിക്കോളാം. അപ്പൊ ഓൾക്കാ പറ്റണില്ല. കുട്ടിന്റെ നമുക്ക് നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോയേക്കാം. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങി വെക്കട്ടെ. ഡ്രസ്സ് മാറ്റിയാ? ഡ്രസ്സ് മാറ്റി. അപ്പൊ എന്തായാലും മക്കളെ ഡ്രസ്സ് മാറ്റിയാൽ ഞങ്ങൾ അവിടെ പോയോക്കട്ടെ. പോയിട്ട് എന്തായാലും അപ്പൊ ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അത്രേ ഉള്ളൂ. നമ്മുടെ ചോയ്സ്. അപ്പൊ എന്തായാലും മക്കളെ ഞങ്ങളൊന്ന് പോയിക്കിട്ട് വരാം. അപ്പൊ പോയക്കട്ടെ. കുട്ടിയുടെ മോന്ത എങ്ങനെ കേട്ടോ കണ്ടോളി. പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കലവാടിയാണിത്. ആരാ നോക്ക്. അല്ല യൂട്യൂബിലൂടെ കിട്ടുന്നുണ്ട്. 5 ഇന്നലെ ഞാൻ നോക്കിയിരുന്നു. 5 ചില്ലറന്ന്. ഇന്നലെ പട്ടാമ്പി നോക്കിയപ്പോ ഇതാണ് നമ്മളടുത്ത അങ്കലവാടി ട്ടോ. അപ്പൊ കുട്ടിയുടെ കുത്തിവെപ്പിനെന്താണ് എത്ര? അപ്പൊ ഇന്ന് കുഴപ്പമില്ല. 500 പോണ്ടേ? അങ്ങനെ എന്താ നമ്മൾ അങ്കലവാടി. ഇത് അങ്കലവാടിത്തെ കുട്ടിയോട് കണ്ണടക്കാര് അങ്കലവാടിയിലാണോ? ഇത് അങ്കലവാടിയിലാടി? അങ്ങനെ അത് നമ്മളെ നാട്ടിലെ ജമാൽക്കാരെ കുട്ടിയുടെ സെന്ററില് പോണ്ടേ? വെക്കണ്ടേ? സൂചി വെക്കണ്ടേ? നീ കുറച്ച് കഴിഞ്ഞ് വരണ്ടത് അങ്ങോട്ട്. ഒരു 6 മാസം കഴിഞ്ഞ 3 വർഷം 3 വർഷം കഴിഞ്ഞാൽ അതേപോലെ ആടേണ്ടതാ. സൂചിച്ചോ? എവിടെ സൂചിച്ച്? എവിടെ സൂചിച്ച്? എവിടെ സൂചിച്ച്? സൂചിച്ച് പോയി നല്ല കരച്ചിലുണ്ട്. ഇപ്പൊ ചിരി സൂചി കഴിച്ചപ്പോ കരിഞ്ഞോ? വടി കരിഞ്ഞോ? സൂചി വെച്ച പോകോ? സൂചി വെച്ച പോകോ? പോകുമ്പോ എന്ത് വരുമ്പോ ലോക്കല് കഴിച്ചിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് റെഡി ആയി. പിന്നെ വാപ്പാടെ കയ്യിലിട്ട് ഇത് എൻ്റെ അടുത്ത് വാപ്പാടെ എന്നല്ല എൻ്റെ കയ്യിൽ ഏത് കുട്ടി എടുത്താലും സെറ്റാട്ടോ. സൂചിച്ചോ? തക്കടൂ
ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ആര് കെട്ടി കളകരച്ചിൽ കളിക്കാരെന്നുണ്ടോ? അങ്ങനെ സൂചിച്ചു അല്ല വെച്ചു കുട്ടിയുടെ സൂചിച്ചപ്പോ മോതൊക്കെ മാറിക്കടോ. മുത്തിനെ കാട്ടിട്ട് കയ്യുമ്പോ വാവ് കാട്ടിയ എവിടെ സൂചിച്ചു എവിടെ ചോദിച്ചു? ഈ കൈമേ ഈ കൈമ കുത്തിയില്ലേ? അടുത്ത കൈമ അല്ല വളത്തെ കൈമ ചാടാൻ വേണ്ടിട്ടില്ല ഓട്ടോ. അങ്കലവാടിക്കൊക്കെ വന്ന് അങ്ങനെ മക്കളെ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തി അല്ലേ? എന്താണ് കേട്ടോ വൈബ് കുട്ടികളെ കാര്യങ്ങള്. ഈ 3 വർഷം കഴിഞ്ഞാൽ നമ്മളെവിടേക്കാനെ പോകണ്ടല്ലോ. പക്ഷേ കൊണ്ടുവരുണ്ടാക്കാൻ നാളെ കുട്ടി 6 മാസം ആവല്ലേ? എന്റെ അമ്മയെ സൂചിച്ചപ്പോ എന്ത് കരിച്ചാലാന്ന് ചോദിച്ചിട്ടാ ഒരങ്ങോട്ട് കേട്ടിരുന്നു. ഓ പെണ്ണിന്റെ 3 മാസത്തെ 3 കുത്തിയപ്പുണ്ടല്ലോ അതിന്റെ ഒരെണ്ണം IPV അത് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വാക്സിനാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സമാധാനം. നല്ല കരച്ചിലായിരുന്നുല്ലേ? അപ്പൊ കരഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്റെ അടുത്ത് വന്നപ്പോ ശരിയായിട്ടോ. ഞാൻ അടുത്ത് സഫലപ്പെടെ താറാട്ടുപാട്ട് കേട്ടപ്പോ കുട്ടി എന്റെ വേഷം കൊടുത്തു. കുട്ടി എപ്പോ കരഞ്ഞാലും നിങ്ങൾ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് ഉറങ്ങും. അത്ര താരാട്ടുപാട്ട് പാടിയിട്ടേ ഞാൻ പറഞ്ഞ എല്ലാവരുടെ അടുത്തും കുട്ടി പോകും. കുറച്ചേരം ഇരിക്കൊക്കെ ആ പാടത്ത് മാത്രം കുട്ടിക്ക് എടുക്കാൻ ഇപ്പൊ കുറച്ചാണ് 2 മിനിറ്റ് എടുക്കാൻ ഇപ്പൊ കുറച്ചാണ് അതിന് ദേഷ്യം പിടിപ്പിച്ചിട്ട്. അതിനങ്ങനെ ഞാൻ പോകുമ്പോ എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കണേ. വാപ്പ വരുമ്പോ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ നിങ്ങളെ കുറ്റം പറഞ്ഞു കൊടുക്കണ ഈ കുരിപ്പ് എന്തല്ലേ? പക്ഷേ എന്തൊക്കെ ഫുഡ് കഴിച്ചോ? എന്താ ഫുഡിന് സ്പെഷ്യൽ? എന്താ ചോറ്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ അങ്കലവാടി കണ്ടു. അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ കാണുമ്പോൾ കുറച്ച് കളിച്ചിരിക്കെ ആയിട്ട് ഞാൻ 2 മേജ് കുട്ടികളെ എന്ത് ചെയ്തിട്ടാ സത്യം. നിങ്ങളവിടെ ക്ലാസ്സെടുക്കുമ്പോൾ ഞാൻ ചിരി കളയായിരുന്നു. ആ അങ്കലവാടി ടീച്ചർ മെസ്സേജ് എന്ത് പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങള്. എന്നിട്ട് ഫുഡിനെന്താ സ്പെഷ്യൽ പറഞ്ഞില്ല കേട്ടോ. ചോറും കൊള്ളിയും ബീഫും. ഇവിടെ പൂളയും കൊള്ളിന്ന് പറയാം. അങ്ങനെ ഇത് പോകുമ്പോ കെട്ടി വെച്ചാ കേട്ടോ. ആശുപത്രിക്ക് പോകുമ്പോ അല്ല എവിടേക്കാ അങ്കലവാടി. ഞങ്ങൾ പാവങ്കളാടി ഞങ്ങൾ അങ്കലവാടി എന്ന് പറയല്. അപ്പൊ എന്തായാലും എന്ത് പറ എന്താ പറഞ്ഞോ പറഞ്ഞോ ഓക്കെ പറഞ്ഞോ. ഇല്ല അങ്ങനെ ഓള് വേണ്ടപ്പെട്ട ഡ്രസ്സ് ഉടക്കിട്ടതാ കാണിച്ചതാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അതിന്റെ പേര് റാഷേ. മക്കളെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അംഗൽവാടിയും കാര്യങ്ങളൊക്കെ റാഷ ആദ്യമായിട്ട് അംഗൽവാടി കണ്ടില്ലേ? അപ്പൊ എന്റെ അടുത്ത് അംഗൽവാടി സൂപ്പർ, ഇവിടുത്തെ അംഗൽവാടി സൂപ്പർ. ഞങ്ങൾക്ക് അങ്ങനെ ആട്ടാ. സോ ഇവിടെ അവിടെ എ സി ഉണ്ട്. കുട്ടികൾക്ക് പനി എന്താ എ സി ഒക്കെ. എന്തായാലും അത് കുറച്ച് ഇപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിരിക്കും. അസ്സലാമു അലൈക്കും.